മക്കളെ, അപ്പോൾ നമ്മൾ കുറേ നാളായില്ലേ വീഡിയോ എല്ലാം ചെയ്തിട്ട്. അപ്പോൾ എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടല്ലോ. ഞാനും എൻ്റെ റൂംമേറ്റ്സും കൂടി പുറത്ത് പോവുകയാണ്. എന്തിനാണെന്ന് വെച്ചാൽ ഞങ്ങളുടെ റൂമിൽ ഒരു കുട്ടിയുടെ വെഡിങ് ആനിവേഴ്സറിയാണ്. ഹസ്ബൻഡ് ആൻഡ് വൈഫ് സെപ്പറേറ്റ് ആയിട്ടാണ് താമസിക്കുന്നത്, കാരണം ജോബ് ഡിഫറൻറ്റ് ലൊക്കേഷനിലായതുകൊണ്ട്. അപ്പോൾ ഹസ്ബൻഡാണ് ഇത് ഗിഫ്റ്റ് ചെയ്യുന്നത്. സെലിബ്രേറ്റ് ചെയ്യണമല്ലോ വെഡിങ് ആനിവേഴ്സറി ആകുമ്പോൾ. അപ്പോൾ നമ്മൾ നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു നെസ്റ്റോയിൽ പോവുകയാണ് കേക്ക് എടുക്കാനായിട്ട്. അപ്പോൾ അവൾക്ക് ചോക്ലേറ്റ് ഫ്ലേവറിൻ്റെ ഇഷ്ടമായതുകൊണ്ട് നമ്മൾ അത് തന്നെ സെലക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. അവിടെ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഡിസൈനിലുള്ള, എനിക്ക് കേക്ക് ടേസ്റ്റ് ചെയ്യാൻ ഇഷ്ടമല്ല, പക്ഷേ നല്ല ഭംഗിയായിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട് കേക്ക്സ് എല്ലാം, നല്ല ഡിസൈനൊക്കെ. അപ്പോൾ പ്രിപ്പയർ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇത് ബോക്സിലാണ് കിട്ടിയത് കണ്ടോ, നെസ്റ്റോന്ന് എഴുതി ഈ ബോക്സിലാണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ ബില്ല് ചെയ്യാൻ പോകുന്ന വഴി ഞാനൊരു ക്രീം ബൺ കൂടെ എടുത്തിട്ടുണ്ട്, കാരണം എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വിശക്കും. പിന്നെ അത് ബില്ല് ചെയ്ത് പാക്ക് ചെയ്ത് കിട്ടിയതിന് ശേഷം തിരിച്ച് വരുന്ന വഴി ഞങ്ങൾ കുറച്ച് ടയേർഡായിരുന്നു, ഇപ്പോൾ ചൂടല്ലേ, അതുകൊണ്ട് ഒരു സോഡ നാരങ്ങ ഇത് ഞങ്ങളെല്ലാവരും വാങ്ങി. പിന്നെ അടുത്തുള്ളൊരു ഷോപ്പിൽ കയറി ഒരു ഫ്ലവർ കൂടി വാങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം ആ ചേട്ടൻ പറഞ്ഞ അതേപോലെ ചെയ്യുന്നത്. ഇതിന് മുകളിലെ അപ്പാർട്ട്മെൻറ്റിലെ ഒരു കുട്ടിയെടുക്കുക ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ നമ്മൾ അതും കൂടി കയറി വാങ്ങി. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളെ റൂമിലോട്ട് പോവുകയാണ്. ഏകദേശം ഇപ്പം 12 മണിയൊക്കെ ആയിട്ടുള്ളത് കൊണ്ട് അവൾ ഉറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഉണർത്തി എടുക്കണം. അപ്പോൾ ഉണർന്ന് വന്നപ്പോൾ സർപ്രൈസ് ആയതിൻ്റെ റിയാക്ഷൻസാണ് അപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ക്രാഫ്റ്റ് വീഡിയോസൊക്കെ ചെയ്തിട്ട് കുറേ നാളായി ചെയ്യണമെന്നുണ്ട്. ഇവിടെ ക്രാഫ്റ്റ് ഐറ്റംസിനൊക്കെ നല്ല എക്സ്പെൻസ് ഉണ്ട്, പക്ഷേ കുറേ ഉണ്ട്. കുറേ ഡിഫറെൻ്റ് ആയിട്ടുള്ള തിങ്സ് ഇവിടെ അവൈലബിൾ ആണ്. ഞാൻ എല്ലാം വാങ്ങിയിട്ട് ഒന്നേന്ന് പറഞ്ഞ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു സോ മച്ച്. അപ്പം ഞാൻ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐഡിയാസുമായിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ക്രാഫ്റ്റ്സ് ഇനി ചെയ്യാൻ നോക്കാം മാക്സിമം. അപ്പോൾ എല്ലാവർക്കും ഒന്നും കൂടി താങ്ക്സ്. നൈസ്, ക്യൂട്ടായിട്ടുണ്ട്.